நான் சொல்லி முடிச்சிடறேன். நான் என்ன உங்களை சேஃபாக கொண்டு வந்து விடுறோம், நோ ப்ராப்ளம், ஒரு பிரச்சனையும் கிடையாது. உங்களுக்கு கொண்டு வந்து விடணும் தான் எங்களுக்கு ஆசை. பட் ஆனால் நீங்கள் இறங்கி வீட்டுக்கு போயிருவீங்க. எங்கள் வெஹிக்கிள் என்ன சேஃப் சொல்லுங்க. ஒரு ஆள் பேசுங்க. നിങ്ങൾ ഇവിടെ വെച്ച് ഞങ്ങളുടെ ട്രിപ്പ് ക്യാൻസൽ ചെയ്തു. ഞങ്ങൾക്ക് വിഷയമില്ല, ഞങ്ങളുടെ പേയ്മെന്റ് റിട്ടേൺ ചെയ്യാം. ഞങ്ങൾ പൈസ തന്നിട്ടുണ്ട്. ഒരു മിനിറ്റ് എല്ലാവരും കൂടി സംസാരിക്കല്ലേ. നിങ്ങൾ ഞങ്ങളെ ട്രിപ്പ് ഞങ്ങളെ അവിടെ കൊണ്ട് നാക്കുന്നില്ല. ഇവിടെ വണ്ടി നിർത്തുന്നു, നിർത്തിക്കോ, ഞങ്ങളുടെ പേയ്മെന്റ് റിട്ടേൺ തരിക, എന്നിട്ട് നിങ്ങൾ അടുത്ത വണ്ടി പിടിച്ച് വെക്കുക. അതാണ് മര്യാദ. ഇല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ അവിടെ കൊണ്ട് ആക്കുക. ഇതിൽ ഏതെങ്കിലും ഒന്നും ചെയ്യുക. കിടക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ പേ ചെയ്തേക്കുന്നത്. தமிழ்நாடு வண்டி சொன்னேன்ல, நாகாலாந்து ரெஜிஸ்ட்ரேஷன்ல எங்க ஆர்டிஓக்கு எப்படி தெரியுது தமிழ்நாடு ஆபரேட்டர்னு? அது உங்க நாட்டுல தான் வெயிட் பண்ணு. தமிழ்நாடு டிஎன் ரெஜிஸ்ட்ரேஷன் ஓகே. இப்போ நீங்க நான் சொல்றேன் இல்ல இதே கேரளா ஆபரேட்டர் കേരള ആപറേറ്റർ മാറ്റാൻ പറഞ്ഞത്. ഇതിപ്പോ 10 വണ്ടി എടുക്കെങ്കിൽ ഒരു 10 വണ്ടി ഒരു വണ്ടിയിൽ ഒരു 30 പേര് കൂട്ടിക്കോ. 10 വണ്ടി എവിടെ വെച്ച് 300 പേര് വെച്ചാ ഒരാൾക്ക് ഒരു ദിവസത്തെ കൂലി മിനിമം ചാർജ് ഞങ്ങൾക്ക് വന്ന് 1000 രൂപയ്ക്ക് ഞങ്ങൾ തൊഴിലെടുക്കുമോ? അപ്പൊ എത്ര രൂപ നിങ്ങൾ നഷ്ടപ്പെടും? நான் சொல்றேன் கேளுங்க. உங்களை உங்க நாட்டுல நாங்க சேஃபா விடுறோம். நீங்க என்ன பண்ணா சோஷியல் மீடியால போடுங்க சார். கேரளால உள்ள சோஷியல் மீடியால போடுங்க சார். ഞങ്ങൾക്ക് பேசி கேரளா தமிழ் பிரச்சனை ஐயோ நான் சொல்றேன் உங்களுக்கு புரியல இல்ல உங்களை வச்சு தான் பிசினஸ் பண்றோம். ஓகேவா? உங்களை வச்சு தான் நாங்க பிசினஸ் பண்றோம். கேரளா செல்லும் ஆம்னி பேருந்துகள் எல்லையில் நிறுத்தப்பட்டதால் பயணிகள் ஆத்திரமடைந்து பணத்தை திருப்பிக் கொடுங்கள் என்று ஓட்டுநர்களுடன் வாக்குவாதம் செய்து வரக்கூடிய காட்சிகளை பார்த்து வருகிறோம். தொடர்ந்து அங்கிருக்கக்கூடிய பயணிகள் அளித்த பேட்டியை பார்க்கலாம். ഇവര് തന്നെ പറയുന്നുണ്ട് 150ഓളം വണ്ടി ബാംഗ്ലൂർ ടു കേരള സർവീസ് നടത്തുന്നുണ്ടെന്ന്. വെറും 10 വണ്ടികൾ മാത്രമാണ് ഇവിടെ പിടിച്ചിട്ടിരിക്കുന്നത്. അപ്പൊ ബാക്കിയുള്ള വണ്ടികൾക്കൊന്നും പ്രശ്നമില്ലേ? അതാണ് ഇവരോട് ഞങ്ങൾ ചോദിക്കുന്നത്. വെറും 10 വണ്ടിക്ക് മാത്രമാണ് ഇപ്പൊ പ്രശ്നം. ബാക്കി 140 വണ്ടികൾക്ക് പ്രശ്നമില്ല. അതെന്താണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഒന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് റീഫണ്ട് ചെയ്യുക. ഓരോ ഇവിടെ നിൽക്കുന്ന എല്ലാ വണ്ടികളുടെയും കൂടി ആൾക്കാർക്ക് എല്ലാവരുടെയും തൊഴിൽ ഇപ്പൊ ഇന്നത്തെ പോയി. 6:30 മണിക്ക് വൈറ്റിലയിൽ ഇറക്കാമെന്ന് പറഞ്ഞ വണ്ടി ഇപ്പോൾ സമയം വന്ന് 7:20. ഇപ്പോഴും തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ പോലും കയറിയിട്ടില്ല വണ്ടി. ഇനി ഈ വണ്ടികൾ എപ്പോൾ എത്തിക്കും? എല്ലാവർക്കും മറ്റേ ഈ സമയത്ത് നമുക്ക് ഇനിയിപ്പോൾ ജോലിക്ക് പോകാൻ പറ്റും? ഇനി ഇന്നത്തെ ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേര് ഏകദേശം 300 പേരുടെ തൊഴിൽ 300 പേരുടെ തൊഴിൽ എന്ന് പറയുമ്പോൾ തന്നെ ഒരാളുടെയൊക്കെ ദിവസവേതനം വെച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യും. എത്ര രൂപ ഞങ്ങൾക്ക് നഷ്ടം വന്നു? എല്ലാവർക്കും ഹോസ്പിറ്റൽ കേസിന് വന്ന ആൾക്കാരുണ്ട്, ഇന്റർവ്യൂവിന് വന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല ആവശ്യങ്ങൾക്ക് വന്നവരുടെ എല്ലാ ആവശ്യങ്ങളും ഇവർ ബ്ലോക്ക് ചെയ്തേക്കണേ. ഇവരുടെ കെടുകാര്യസ്ഥിതി കൊണ്ട് പറ്റിയ കാര്യങ്ങൾക്ക് ഞങ്ങളാണ് ഇപ്പൊ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഇവരോട് റീഫണ്ട് ചെയ്യാൻ പറഞ്ഞാൽ റീഫണ്ടിങ് ഇല്ല. ഇവരുടെ ഓണർ ആരുമാരെന്ന് ചോദിച്ചാൽ അതിനും മറുപടിയില്ല. ഓപ്പറേറ്റർ ആരാന്ന് ചോദിച്ചാൽ അതിനും മറുപടിയില്ല. ഇവര് പറയുന്നത് ഇവര് തമിഴ്നാട് ഓപ്പറേറ്റർമാരെ മാത്രം കേരള ഗവൺമെന്റ് ടാർഗറ്റ് ചെയ്യുന്ന. പക്ഷെ അങ്ങനെയില്ല. കാരണം ഇവരുടെ വണ്ടി നാഗാലാൻഡ് രജിസ്ട്രേഷനും ആന്ധ്ര രജിസ്ട്രേഷനും ഒക്കെയാണ്. കേരള ഗവൺമെന്റ് എങ്ങനെ തമിഴ്നാടുകാരെ ഫോക്കസ് ചെയ്യുന്നത്, ടാർഗറ്റ് ചെയ്യുന്നത് പറ്റില്ല. കാരണം കേരള ഗവൺമെന്റ് മനസ്സിലാവില്ല. നാഗാലാൻഡ് രജിസ്ട്രേഷൻ ആന്ധ്ര രജിസ്ട്രേഷൻ വണ്ടികളൊക്കെയാണ് ഇവിടെ കിടന്ന് ഓടുന്നത്. എങ്ങനെ ഇവർ തമിഴ്നാട് ഓപ്പറേറ്ററാണെന്ന് തിരിച്ചറിയുന്നില്ല. ബുക്കും പേപ്പറും ക്ലിയർ ആണെങ്കിൽ ഇവർക്ക് വളരെ കടന്ന് പോകാൻ പറ്റും. ഈ പറയുന്ന ആൾക്കാരൊന്നും ബുക്കും പേപ്പറും ക്ലിയർ അല്ല. അതുകൊണ്ടാണ് ഇവർ ഈ 1, 2, 3 വണ്ടികളുടെ ഓപ്പറേറ്റർമാരുടെ വണ്ടികൾ മാത്രമേ ഇവിടെ കിടക്കുന്നുള്ളൂ. ബാക്കി എല്ലാ വണ്ടികളും പോയിട്ടുണ്ട്. ഈ ക്യൂബ്, നാഷണൽ, ലോയൽ ട്രാവൽസ്, ഇങ്ങനെ 2, 3 ഓപ്പറേറ്റർമാരുടെ വണ്ടികൾ ഒഴിച്ച് ബാക്കി എല്ലാ വണ്ടികളും പോയല്ലോ. എൻ്റെ ഫ്രണ്ട്സൊക്കെ മുമ്പേ പോയ വണ്ടികളിൽ വളരെ ചെക്ക് പോസ്റ്റ് കിടന്ന് പോയി തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടി. അങ്ങനെ അപ്പോൾ കേരള ഗവൺമെന്റ് തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടികളെ തടയുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. ഇവരവിടെ പോയി നോക്കുന്നില്ല. ഇവരുടെ ബുക്കും പേപ്പറും ക്ലിയർ അല്ല, അല്ലെങ്കിൽ ഇവർക്ക് എന്തോ പോരായ്മയുണ്ട്. എറണാകുളത്ത് എന്നാ ഇവർക്ക് എറണാകുളം വരെ എത്താമല്ലോ. ഇതെല്ലാം എറണാകുളം വരെ പോകേണ്ട വണ്ടിയല്ല. ഇവർക്ക് എറണാകുളം വരെ ഞങ്ങളെ കൊണ്ടുവിടാമല്ലോ. ഈ പറയുന്ന 100, 300, 400 ആൾക്കാർ ഇവിടെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് എന്തിനാണ്?
ഈ 2-3 നോക്കിക്കഴിഞ്ഞാൽ 2-3 ബസ് ഓപ്പറേറ്റർ വണ്ടികൾ മാത്രമേ ഇവിടെ കിടക്കുന്നുള്ളൂ. ബാക്കി എല്ലാ ബസ്സുകളും പോകുന്നുണ്ട്. ഇവർക്ക് എന്തോ പോരായ്മയുണ്ട്. ഇവരുടെ ബസ് പേപ്പറോ പെർമിറ്റോ എന്തോ കുഴപ്പമുണ്ട്. അതുകൊണ്ടാണ് ഈ ബസ്സുകൾ മാത്രം ഇവിടെ തടഞ്ഞ് ഇവർ പിടിച്ചിട്ടിരിക്കുന്നത്. ഇവർ പിടിച്ചിട്ടിരിക്കുന്നല്ല, ഇവർ സ്വമേധയാ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. വേറെ എല്ലാ വണ്ടികളും പോകുന്നു. മീഡിയനെ വിളിക്കേണ്ട കാര്യം എന്താ?